ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വെയിറ്റ് ലോസിൻ്റെയും ഡയറ്റിൻ്റെ എല്ലാം വീഡിയോ ഷെയർ ആക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കമൻറ്റാണ് തടിക്കാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമോ, എന്താക്കിയിട്ടും തടിക്കുന്നില്ല, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ടാവലുണ്ട്. മാത്രമല്ല ഇൻസ്റ്റയിൽ നമുക്ക് ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കും, എല്ലാവരും തടിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് കളിയാക്കുന്നത്. കാണുന്നവരെല്ലാം ചോദിക്കുന്നത് നീ എന്ന ഫുഡ് കഴിക്കലില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരും എനിക്ക് ഇങ്ങനെ മെസ്സേജ് ആക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മെസ്സേജ് ആക്കിയ ഒരു പെൺകുട്ടിയാണ് കേട്ടോ മെസ്സേജ് ആക്കിയ, എനിക്ക് തടിക്കണമെന്നില്ല, പക്ഷെങ്കിൽ കല്യാണം ഉറപ്പിച്ച് പിന്നെ കാണുന്നവരും എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്താണ് നീ തടിക്കാത്തത് അങ്ങനെയെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊന്ന് തടിച്ച് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ മെസ്സേജസ് വരും കേട്ടോ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള, നിങ്ങളെ ബോഡി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ആക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് തടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ തടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തടി കുറക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തടി കുറക്കാം. അല്ലാണ്ട് മറ്റുള്ളവർ ഇങ്ങനെ കാണുന്നവരെല്ലാം ഇങ്ങനെ എന്താണ് ഇങ്ങനെ തടി അല്ലെങ്കിൽ ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ള അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടൊന്നും നിങ്ങളെ ബോഡി ചേഞ്ച് ആക്കണമെന്നില്ല. ഇപ്പം ഈ മെലിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ആൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് തടിച്ചിട്ട് കണ്ടാൽ ഈ സെയിം ആൾ തന്നെ ചോദിക്കും, ഓ ഇതെന്ത് തടിയാന്ന്, ഫുഡ് കഴിക്കലിൻ്റെയാണോ പണി, അങ്ങനെയും ചോദിക്കും. അതുകൊണ്ട് നിങ്ങളെ കംഫർട്ടബിൾ എന്താണോ അങ്ങനെ നോക്കി ചെയ്താൽ മതി. നിങ്ങൾക്ക് തടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്നും തടിക്കാം, അല്ലാണ്ട് മറ്റുള്ളവർ എന്താ പറയുന്നത് നോക്കിയിട്ട് നമ്മളെ ബോഡി ചേഞ്ച് ആക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഈ കാണുമ്പോൾ പറയൽ എല്ലാവരും എപ്പോഴും ഉള്ളതായി ഇത് മാറുമെന്നൊന്നും തോന്നുന്നില്ല. പറ്റെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് അത് എന്താണ് തടി, എന്താണ് ഇങ്ങനെ മെലിയുന്നതെന്ന് പറയുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ അതൊന്നും മാറ്റുക. കാര്യം ഞാനായാലും പണ്ടെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പറയാം, ആരോടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, മീൻസ് അത്രയും ക്ലോസ് ആയ ആൾക്കാർ. നമ്മളവരെ കാണുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് തന്നെ ചോദിക്കും, ഓക്കെ ഞാനിപ്പോൾ കുറച്ച് വണ്ണം വെച്ചിനാ, അല്ലെങ്കിൽ ഞാനൊന്ന് സ്ലിം ആയിനാ, അങ്ങനെയെല്ലാം ചോദിക്കുന്നവരുണ്ടാവും. അവരോട് മാത്രം പറയാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഇപ്പം അവർക്ക് അവരേത് രീതിയിൽ എടുക്കും, അവർക്ക് ഹേർട്ട് ആവുമെന്നൊന്നും ചിന്തിക്കാണ്ട് കാണുന്നവരോടൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വലിയ അടുപ്പവും വലിയ എന്താ പറയുക ഭയങ്കര റിലേഷനൊന്നും ഇല്ലാത്ത ആൾക്കാരോട്, എപ്പോഴെങ്കിലും കാണുന്ന ആൾക്കാരോടെല്ലാം പോയിട്ട് അവരെ ബോഡി നോക്കിയിട്ട് കമൻറ്റ് പറയാൻ നിൽക്കണ്ട. കാര്യം അവർക്ക് അത് ചിലപ്പം ഭയങ്കരമായിട്ട് ഹേർട്ടാവും. ചിലപ്പോൾ അന്നത്തെ ദിവസം മൊത്തം അങ്ങനെ നമ്മൾ ആ പറഞ്ഞൊരു വാക്കുകൊണ്ട് അവർക്ക് ടെൻഷനായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയാണ്ട് നിൽക്കുക. പിന്നെ എല്ലാ നാട്ടിലും ഉണ്ട്, നമ്മളെ നാട്ടിലല്ലാന്നെങ്കിൽ നമ്മൾ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ പറയാനറിയാം. ആരെങ്കിലും ഒന്ന് മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, മെലിഞ്ഞ് കണ്ടാൽ പറയും, ഓ നീ വല്ലാണ്ടങ്ങ് വെടക്കായി പോയല്ലോണേന്ന് പറയും. അല്ലെങ്കിൽ എന്നാണേ നീ ഇങ്ങനെ കോലം കെട്ടണേന്ന് ചോദിക്കും. അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തടിച്ചിട്ടുള്ള കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരോടാണെങ്കിൽ പറയും, ഫസ്റ്റ് കാണുമ്പോൾ തന്നെ, ഓ നീ എന്താണ് അതിന് വലിയ തടിച്ച അമ്മച്ചി ആയിരുന്നല്ലോ എന്ന് പറയും, അല്ലെങ്കിൽ ഉമ്മച്ചി ആയിരുന്നല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ വേറെ എന്താ പറയുക പറഞ്ഞാൽ വലിയ തടിച്ചങ്ങ് പോത്തുപോലെ ആയല്ലോ, അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പം എങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ ഏത് രീതിയിൽ എടുക്കും എന്ന് അറിയാത്ത ആൾക്കാരോട് ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി നിൽക്കരുത്. ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അപ്പം അതെല്ലാം പോട്ടെ. ഇനിയിപ്പോൾ വെയിറ്റ് ഗെയിനുള്ള ടിപ്പല്ല, മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. ഒരു 90% വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് മെയിൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഇപ്പോൾ വിശപ്പില്ലാത്തവരുണ്ടാവും, അങ്ങനെയും കമൻറ്റ് വരലുണ്ട്. വിശപ്പില്ലെങ്കിൽ വിശപ്പ് കൂട്ടാനുള്ള ആയുർവേദിക് ഓരോരോ ലേഹ്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അത് ഞാൻ പണ്ട് ചവനപ്രാശം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കുടിച്ചിട്ടുണ്ടായിന്. കാര്യം ഞാൻ തീരെ വെയിറ്റ് ഇല്ലാത്ത കുറേ വർഷം മുന്നാണ് കേട്ടോ, കല്യാണം കഴിഞ്ഞതിനും മുന്നാണ്. അപ്പോൾ അത് ഞാൻ വെയിറ്റ് ഇല്ലാത്ത സമയത്ത് പക്ഷെ ഞാനത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. കാര്യം നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട്, ആയുർവേദിക് ഡോക്ടറാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വൈദ്യന്മാർ അങ്ങനെ ഉള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരെ കണ്ടിട്ട് അവരെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്തും വാങ്ങാവൂ. കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആരും ചവനപ്രാശം വാങ്ങി കുടിക്കൊന്നും വേണ്ട. അപ്പോൾ അത് എങ്ങനെ നിങ്ങളെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങൾ വിശപ്പ് കൂട്ടാനുള്ളത് അവർ എഴുതി തരുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് വിശപ്പ് കൂട്ടാനുള്ള ലേഹ്യങ്ങളെല്ലാം കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുക. ഫുഡ് എങ്ങനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ തുടങ്ങി പിറ്റേന്നൊക്കെ കുറേ ക്വാണ്ടിറ്റി കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല.
നമ്മൾ എപ്പം കഴിക്കുന്നതിലും കുറച്ചധികം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ കഴിക്കേണ്ട ഫുഡ് എന്തെല്ലാന്ന്, എങ്ങനത്തെ ടൈപ്പ് ഫുഡ് കഴിക്കണം എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടൊന്നും മാറ്റം വരില്ല. മിനിമം ഒരു 2 മാസമെങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ആക്കുക. എന്നാൽ മാറ്റം കണ്ടു തുടങ്ങും. ഒരു 3 മാസമെല്ലാം എടുക്കും നമുക്കൊരു ചേഞ്ച് വരാൻ. അപ്പോൾ കുറഞ്ഞതൊരു 2 മാസമെല്ലാം ആവും വെയിറ്റ് കൂടി തുടങ്ങാൻ. അല്ലാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ വെയിറ്റ് ഒന്നും കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കിപ്പ് ആക്കരുത്. കുറഞ്ഞതൊരു 2 മാസമെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ എന്തെല്ലാം എങ്ങനത്തെ ഫുഡെല്ലാം കഴിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം, നമ്മൾ കാലറീസ് കുറഞ്ഞ ഫുഡ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിക്കും, അങ്ങനെയല്ലല്ലോ ചെയ്യാം. അപ്പോൾ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാലറി കൂടുതലുള്ള ഫുഡെല്ലാം നോക്കി സെലക്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഫ്രൂട്ട് കഴിക്കുന്ന സമയത്ത് ഏറ്റവും കാലറി കൂടിയ ഫ്രൂട്ട് കഴിക്കുക, അങ്ങനെയെല്ലാം ചെയ്താൽ മതി. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിട്ടോ. പിന്നെ അതിൻ്റെ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ബായിൻ്റെ ഗിവ് അവേ ചെയ്തിട്ടില്ലേ, അതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. എനിക്കിപ്പം ആരെയാന്ന് സെലക്ട് ചെയ്യാം, കുറേ കമൻറ്റ്സ് വന്നിട്ട് എനിക്ക് ഗിവ് അവേ വെച്ചാൽ എപ്പോഴും ഒരു സങ്കടമാണ്. കാര്യം കുറേ പേര് മെസ്സേജ് ആക്കൂലേ, ഇത് എനിക്ക് തന്നെ ഗിവ് അവേ തരണേന്നെല്ലാം പറയുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഗിവ് അവേ വെച്ചാൽ ഭയങ്കര ടെൻഷനായിട്ടാ. ഇപ്പം കൊടുക്കാൻ പറ്റാത്തവരോട് ഒരു സങ്കടം തോന്നും. പിന്നെ ഇന്നത്തെ വീഡിയോയിലും ഒരു ഗിവ് അവേ ഉണ്ട്. അതിന് മുന്നേ അപ്പോൾ ആരും കമൻറ്റ് ഒന്നും ആക്കണ്ട കേട്ടോ. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഗോൾഡൻ കളക്ഷൻ. അപ്പോൾ ഇത് ഇൻസ്റ്റാ പേജ് എന്ന് പറഞ്ഞാൽ ഇവർ ഷോപ്പ് ഉണ്ട്, ഇരിട്ടിയിലാണ് ഇവരെ ഷോപ്പ്. അപ്പോൾ എന്തിൻ്റെ ഷോപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് ലേഡീസ് ആയാലും ഗേൾസ് ആയാലും എല്ലാം ഇങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നില്ലേ, ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കുക, പിന്നെ സേവ് ദ ഡേറ്റ് വെഡിങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഈ റെസിൻ ആർട്ട് ചെയ്യുക, പിന്നെ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യുക, അങ്ങനെ പല രീതിയിലും പലരും ഇപ്പം സ്വയം ഓരോരോ ജോലിയെല്ലാം ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ജ്വല്ലറി മേക്കിങ്, ഫ്ലവർ മേക്കിങ്, അങ്ങനത്തെ പല വർക്കും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെല്ലാം മെറ്റീരിയൽസ് ഉള്ള ഒരു ഷോപ്പാണ് ഈ ഇരിട്ടിയിലുള്ള ഗോൾഡൻ കളക്ഷൻ. ഓൾ ഓവർ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇവർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. റേറ്റിൻ്റെ കാര്യം പ്രത്യേകം പറയണം, നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുന്നതിനേക്കാളും ലോ റേറ്റിൽ നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിലും മെസ്സേജ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേന്. അപ്പോൾ ഇവർക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഓർഡർ കൊടുത്താൽ മതി, അവർ കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ ഗിവ് അവേയും കൂടി ഉണ്ട്. ഇതൊക്കെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു ലിങ്ക് കൊടുക്കാൻ താഴെ, ഇരിട്ടിയിലെ ഗോൾഡൻ കളക്ഷൻ്റെ ലിങ്കാണ് കേട്ടോ. അപ്പോൾ അവരെ പേജ് ഇൻസ്റ്റയിൽ കയറിയിട്ട് ഫോളോ ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഐറ്റം എടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാ സ്റ്റോറി ആക്കുക. അവരെ ടാഗ് ചെയ്തിട്ട് ആക്കണം കേട്ടോ, എന്നെ ടാഗ് ചെയ്യണമെന്നില്ല. അപ്പം ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ആക്കണമെന്നില്ല. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന 2 ആൾക്ക് എക്സൈറ്റിംഗ് ഗിഫ്റ്റ് ഉണ്ടാവും. എന്താ ഗിഫ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് അബായൻ്റെ ഗിവ് അവേ പറയാൻ, അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിൽ ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ അവരെ പേജ് ഒന്ന് കയറി ഫോളോ ചെയ്യുക. നല്ല നല്ല ഐറ്റംസ് ഉണ്ട് അഫോർഡബിൾ റേറ്റിന്. അപ്പോൾ വേണ്ടുന്നവർ ഓർഡർ ചെയ്യുക. അപ്പോൾ തടി കൂട്ടാൻ ഉദ്ദേശിക്കുന്നവർ മെയിനായിട്ട് കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് നേന്ത്രപ്പഴം. പഴം മെയിനായിട്ട്, അതിൽ നേന്ത്രപ്പഴമാണ് ഏറ്റവും ബെറ്റർ. നേന്ത്രപ്പഴത്തിൽ ഹൈ കാലറി കണ്ടൻറ് ഉണ്ട്. വലിയൊരു നേന്ത്രപ്പഴത്തിൽ 130 കാലറി വരെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഏത് ഫ്രൂട്ടിനേക്കാളും വെയിറ്റ് ഗെയിൻ ഏറ്റവും നല്ലത് നേന്ത്രപ്പഴം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, ഡെയിലി എത്ര കഴിക്കണം എന്നെല്ലാം പറഞ്ഞാൽ, ഡെയിലി പറ്റുമെങ്കിൽ ഒരു 4 നേന്ത്രപ്പഴം കഴിക്കണം പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ. രാവിലെ 2 എണ്ണം, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിക്ക്. വൈകുന്നേരം തന്നെ കഴിക്കുന്നതാണ് നല്ല, 2 എണ്ണം വെച്ച് കഴിക്കാം. അപ്പോൾ മീഡിയം സൈസിലാണെങ്കിൽ 2 എണ്ണം തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഒരു വലിയ നേന്ത്രപ്പഴത്തിൽ 130 കാലറി ഉണ്ടെങ്കിൽ അതേപോലത്തെ 4 എണ്ണം കഴിക്കുമ്പോൾ ഡെയിലി ഹൈ കാലറി കിട്ടും, നമ്മൾ വെയിറ്റ് പെട്ടെന്ന് കൂടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കാം. പിന്നെ ഞാനിതിൽ 2 സ്മൂത്തീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം കുടിക്കേണ്ട 2 സ്മൂത്തി. അത് 2 കുടിക്കണം എന്നല്ല, അതിലേതെങ്കിലും 1 കുടിക്കേണ്ടത്. പിന്നെ ഇതേപോലെ തന്നെ ഹൈ കാലറി കണ്ടൻറ്റുള്ള വേറെയും ഫുഡ് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഞാൻ പുഴുങ്ങിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പുഴുങ്ങുന്ന സമയത്ത് നേന്ത്രപ്പഴം പുഴുങ്ങുമ്പോൾ ഒരിക്കലും, നേന്ത്രപ്പഴം എന്നല്ല വെജിറ്റബിൾസ് എല്ലാം പുഴുങ്ങുമ്പോൾ ഒരിക്കലും വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതിൽ നല്ല കണ്ടൻസ് എല്ലാം അതിൽ വെള്ളത്തിൽ അങ്ങ് പോകുന്ന പറയാം. ആ വെള്ളം നമ്മൾ കളയുമല്ലോ. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടെല്ലാം കഴിക്കുന്നവരാണെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങാണ്ട് സ്റ്റീം ചെയ്തിട്ട് ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുക്കുക.
ഒരു 8-10 മിനിറ്റെല്ലാം ആവി കയറ്റിയാൽ തന്നെ നേന്ത്രപ്പഴം നല്ലോണം പുഴുങ്ങി വരും. ഞാൻ വരയിട്ട് കൊടുത്തിന് കേട്ടോ, ഒന്ന് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പീനട്ട് വറുത്തെടുക്കലാണ്. അപ്പോൾ നമ്മൾ നട്ട്സ് കഴിക്കൂലേ, വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നട്ട്സ് കഴിക്കൂലേ, അപ്പം നട്ട്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന നട്ട്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഹൈ കാലറി ഉള്ള നട്ടാണ് പീനട്ട്. ഞാൻ സൈഡിലൊരു ചാർട്ട് കൊടുത്തിട്ട് വേണ്ട, അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ബ്രസീൽ നട്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് അങ്ങനെ കേരളത്തിലൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. അപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഹൈ കാലറി ഉള്ളത് പീനട്ടിനാണ്. അപ്പോൾ പീനട്ട് കഴിഞ്ഞിട്ടാണ് ആൽമണ്ട്, ബദാം വരെ വരുന്നിട്ടാണ്. അപ്പം പീനട്ട് ആകുമ്പം അഫോർഡബിളും ആണ്. അപ്പോൾ ഡെയിലി ഒരു 2 കൈപ്പിടി നിറയെ പീനട്ട് കഴിക്കുക. അതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ സാധാരണ കുറിക്കുന്ന പോലെ ആയിട്ട് ഒരു സ്നാക്കായിട്ട് വെറുതെ തിന്നൂലേ, അങ്ങനെയും തിന്നാം. അതല്ലെങ്കിൽ സ്മൂത്തിയിൽ അടിച്ചിട്ടും കുടിക്കുക. അപ്പോൾ സ്മൂത്തിയിൽ ഞാൻ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ള. അപ്പോൾ പീനട്ട് നിങ്ങൾ വാങ്ങി വെക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ പീനട്ട് ഇതുപോലെ വറുക്കാത്തത് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ വറുത്ത വാങ്ങിയിട്ടായാലും കഴിക്കാം. അപ്പോൾ വറുക്കാത്തതാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പീനട്ട് എങ്ങനെയാണ് വറുക്കുക എന്നുള്ള ഞാൻ ആ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ കൊടുക്കാം. ഒന്നുമില്ല, 1-2 ടേബിൾ സ്പൂൺ ഉപ്പിടുക, എന്നിട്ട് പീനട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് വെള്ളം കുടയുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8-10 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കുക. ആ കുക്കായിന്ന് തോന്നുമ്പോൾ നിർത്തുക. ഈ പീനട്ടില്ലേ, നമ്മൾ നിലക്കടല ഞാൻ എൻ്റെ 2 പ്രഗ്നൻസി ടൈമിലും കുറേ കഴിച്ചിട്ടുണ്ട്. കാര്യം പ്രഗ്നൻസി ടൈമിൽ വയറ്റിലുള്ള കുട്ടിൻ്റെ വെയിറ്റ് കൂടാനും എല്ലാം നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് കുട്ടികളെ വെയിറ്റ് കൂടാനും വലിയാളെ വെയിറ്റ് കൂടാനും എല്ലാം പീനട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാ ഒരു 8 മിനിറ്റെല്ലാം വറുത്ത് കഴിഞ്ഞാൽ അത് കുക്കായിന്ന് മനസ്സിലാവും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ പച്ച ചുവ മാറുമല്ലോ, അന്നേരം കോരിയെടുക്കുക. അപ്പം പച്ച കുറച്ചധികം വാങ്ങി വെച്ചിട്ട് നമുക്ക് ആവശ്യം പോലെ 1-2 ദിവസത്തേക്കുള്ളത് വറുത്ത് വെക്കുന്നതാണ് നല്ല. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചില്ലേ പഴം, അതും കുക്കായി വന്നതിന്. ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി രാവിലെ 2 വൈകുന്നേരം 2 വെച്ചിട്ട് ഒരു 4 നേന്ത്രപ്പഴമെങ്കിലും കഴിക്കണം. അതിപ്പോൾ ഞാൻ നിർബന്ധം പറയുന്നില്ല, നിങ്ങൾക്ക് വെയിറ്റ് ഗെയിന് വേണമെങ്കിൽ അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു. ഞാനിതിൽ പറയുന്ന ഒരു കാര്യം നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റാത്ത, എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് വൈസ് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് എന്തും ചെയ്യാം കേട്ടോ. അത് ഞാൻ ആദ്യമേ ഒന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതാ പഴത്തിൻ്റെ തൊലിയെല്ലാം ഞാനൊന്ന് കളഞ്ഞിന്. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ എങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നെയ്യും പഞ്ചസാര ഇട്ടിട്ട് തിന്നുന്ന മെത്തേഡാണ്. നെയ്യും അതേപോലെ തന്നെ തടി കൂട്ടാനുള്ളൊരു അടിപൊളി ചോയ്സാണ് കേട്ടോ. ഡെയിലി ഒരു 2 ടേബിൾ സ്പൂണെല്ലാം നെയ്യ് കഴിക്കണം, എന്നാൽ നമ്മളെ തടി പെട്ടെന്ന് കൂടും. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം നെയ്യ് തന്നെ ആക്കിയിട്ട് അതിൻ്റെ മേലേക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. പഴം പുഴുങ്ങിയത് മാത്രം കഴിക്കുന്നതിലും ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്. പിന്നെ പഞ്ചസാരൻ്റെ കാര്യം, പഞ്ചസാര മധുരം തിന്നാൽ നമ്മൾ പെട്ടെന്ന് തടി വെക്കും. അതുകൊണ്ട് ഞാൻ പഞ്ചസാര പിന്നെ കഴിക്കണമെങ്കിൽ കൂടുതൽ കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം പഞ്ചസാര അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേങ്കിൽ മധുരം എപ്പോഴും നമ്മളെ തടി കൂട്ടും. ഈ മധുരമുള്ള ബേക്കറി ഐറ്റംസ് അതെല്ലാം കഴിച്ചാൽ പെട്ടെന്ന് തടി വെക്കും. അപ്പോൾ പഞ്ചസാര തിന്നാലും പെട്ടെന്ന് തടി വെക്കും. പക്ഷേങ്കിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല തിന്നാൻ വേണ്ടിയിട്ട്. കാര്യം അത്ര നല്ലതല്ല എന്ന് പറയും പഞ്ചസാര. ഇനിയിപ്പം അതങ്ങനെ കഴിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം പഴം ഇങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 നേരവും ഞാൻ പറഞ്ഞ പോലെ 4 പഴം കഴിക്കാൻ വേണ്ടിയിട്ട് 2 നേരവും നമുക്ക് സ്മൂത്തി ആക്കാം. അപ്പോൾ സ്മൂത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കയ്യിൽ നിറച്ച്, ഒരു കൈപ്പിടി നിറച്ചും നിലക്കടല, നമ്മൾ നേരത്തെ വറുത്ത പീനട്ടില്ലേ, അതെടുത്തിട്ട് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചതിന്. പിന്നെ ഇതിപ്പോൾ നല്ല പഴുത്ത പഴാന്നിട്ടാണ്. അപ്പോൾ 2 പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പഴം വെച്ചിട്ടാണ് സ്മൂത്തി ആക്കുന്നത്. അപ്പോൾ അഥവാ പച്ചപ്പഴമാണെങ്കിൽ നമ്മൾ സ്മൂത്തി ആക്കി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി പോവും. ഈ പുഡിങ്ങെല്ലാം പോലെ ഉണ്ടാവും, ഭയങ്കര കട്ടിയില്ല, നമുക്കങ്ങനെ കുടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പുഴുങ്ങിയിട്ട് എടുത്താൽ മതി കേട്ടോ. നേരത്തെ പുഴുങ്ങിയ പോലെ പുഴുങ്ങിയിട്ട് സ്മൂത്തി ആക്കിയാൽ മതി. ഇപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ മാത്രം ഡയറക്റ്റ് നമുക്ക് സ്മൂത്തി ആക്കി എടുക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ സ്മൂത്തി ടേസ്റ്റൊന്നും എല്ലാവർക്കും പെട്ടെന്ന് പിടിക്കണമെന്നൊന്നുമില്ല, നേന്ത്രപ്പഴമല്ലേ. പക്ഷെങ്കിൽ എന്നാലും നിങ്ങൾ കുടിക്കുക. ഇത് ശരിക്കും കുടിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മാസം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാൻ നല്ല സൈസുള്ള പഴമായതുകൊണ്ട് ഒരു 1.5 പഴമാണ് കേട്ടോ എടുത്തതിന്. എന്നിട്ട് ഇതിലേക്ക് പീനട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ പീനട്ട് ഒരു 2 കൈപ്പിടി നിറച്ചെങ്കിലും ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്മൂത്തിയിൽ പീനട്ട് ഇടുന്നില്ല. അതെല്ലാം നിങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 5-6 ബദാമും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ വേറൊരു സ്മൂത്തി റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്, അതിൽ ബദാം ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള പാലും പഞ്ചസാരയും ഇടുക. 2 ടേബിൾ സ്പൂണെല്ലാം പഞ്ചസാര ഇടുക. എന്നിട്ട് നല്ലോണം സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആക്കി എടുക്കുക.
അപ്പോൾ ഈ സ്മൂത്തി രാവിലെയും വൈകുന്നേരവും കുടിക്കുക. പിന്നെ രാവിലെ ഈ സ്മൂത്തി കുടിക്കുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേ വേണം ഇത് കുടിക്കാൻ. കുറച്ച് നേരത്തെ എണീച്ചിട്ട്, അങ്ങനെ നേരത്തെ എണീക്കാത്തവരിലാണെങ്കിൽ നേരത്തെ എണീച്ച് സ്മൂത്തി കുടിക്കുക. കുറച്ച് നേരത്തെ സ്മൂത്തി കുടിക്കുക. എന്നിട്ട് 3 നേരത്തെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അതിൻ്റെ കൂടെയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇത് കുടിക്കുക. ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് അങ്ങനെ കുടിച്ചാൽ മതി. ഇനിയിപ്പോൾ സെക്കൻഡ് സ്മൂത്തി കാണിക്കുക. ഞാനിപ്പോൾ കണ്ട റോബസ്റ്റ പഴം എന്നിട്ട് എടുത്തിന്. ഇങ്ങളെടുക്കുമ്പോൾ നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ നേരത്തെ എടുത്ത പോലെ തന്നെ. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ, വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടല്ലല്ലോ, അതുകൊണ്ടാണ് റോബസ്റ്റ എടുത്തിന്. എന്നിട്ട് ഇതിലേക്ക് ഒരു 5-6 ബദാം ഇടുക. അപ്പോൾ നെൽക്കടല നിങ്ങൾ സെപ്പറേറ്റ് തിന്നില്ല എന്നുണ്ടെങ്കിൽ നെൽക്കടല തന്നെ ഇടുന്ന കേട്ടോ. എന്നിട്ട് ഇതാ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിന്. ഇതേപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലറി ഉള്ള ഒരു ചോക്ലേറ്റാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഇതേപോലെ കോമ്പൗണ്ടെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി വെച്ചിട്ട് ഡെയിലി നിങ്ങൾക്ക് വേണ്ടുന്നത്ര അങ്ങനെ കഴിക്കുക. അപ്പം വെയിറ്റ് ഗെയിന് അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഷുഗർ പേഷ്യൻസൊന്നും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലൊന്നും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യരുത്. നിങ്ങളെ ഹെൽത്ത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. എന്നിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യുക. പിന്നെ നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ചോക്ലേറ്റ് ബ്ലെൻഡായിട്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിന് നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും വരുമല്ലോ. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച സ്മൂത്തിയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റാ അല്ലെങ്കിൽ ഹോർലിക്സ്, ബൂസ്റ്റ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അതെല്ലാം വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മളെ ടേസ്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പറയുന്നത് തന്നെയാണ് മുട്ട എന്താ പറയുക, പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യും. ഡെയിലി മുട്ട കഴിക്കുക. അതേപോലെ തന്നെ പാലും വെയിറ്റ് ഗെയിനിന് നല്ലൊരു ചോയ്സാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും സ്മൂത്തി കുടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് വെച്ചിട്ട് പാലുണ്ടാവും. പ്ലസ് അതിൻ്റെ കൂടെ 1 ഗ്ലാസും കൂടി പാൽ കുടിക്കുക പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതാ യോഗേർട്ട്, നമ്മളെ തൈരില്ലേ, തൈരും പാല് പോലെ തന്നെ എന്താ പറയുക ബെനിഫിറ്റുള്ള ഒരു കാര്യമാണ് തൈര്. പക്ഷേങ്കിൽ ഫുൾ ഫാറ്റ് തൈര് വേണം എടുക്കാൻ. അതിൽ നിന്ന് ഫാറ്റ് റിമൂവ് ചെയ്ത തൈരാകുമ്പോൾ അത്ര ഗുണം കിട്ടില്ല. ഫാറ്റ് ആകുമ്പോൾ വിത്ത് ഫാറ്റ് നമുക്ക് വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫുൾ ഫാറ്റ് തൈര് യോഗേർട്ട് തന്നെ വാങ്ങുമ്പോൾ നോക്കിയിട്ട് വാങ്ങുക. നമ്മൾ നാട്ടിൽ കിട്ടുന്ന പാക്കറ്റ് തൈരിൽ ഫാറ്റ് ഉണ്ടോ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. പക്ഷേങ്കിൽ ഇതേപോലെ ആകുമ്പോൾ ഇവിടെ ഫുൾ ഫാറ്റ് എന്നെല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ തൈര് നോക്കിയിട്ട് എടുക്കുക. തൈര് ലസ്സി ആക്കിയിട്ട് കുടിക്കുന്നതാണ് നല്ല. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലിട്ടിട്ട് ഒന്ന് വേണമെങ്കിൽ നല്ല ടൈറ്റിൽ നല്ല തിക്കിൽ പുഡിങ്ങെല്ലാം പോലെ കഴിക്കാം. കട്ടത്തൈരാകുമ്പം അതിൽ പഞ്ചസാര ഇട്ടിട്ട് അധികം പുളിയില്ലാത്ത തൈരിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കുമ്പം നല്ലൊരു പുഡിങ്ങെല്ലാം പോലെ ഉണ്ടാവും. അതല്ലെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് ലസ്സി പോലെ കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങനെ ആയാലും കുടിക്കുക. ഏതെങ്കിലും ഒരു നേരം ഉച്ചക്കെങ്ങാനും 1 ഗ്ലാസ് ഇതേപോലെ ലസ്സി ആക്കിയിട്ട് കുടിക്കുക. തൈര് അടിക്കുമ്പോൾ ഫുൾ ഫാറ്റ് തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫുൾ ഫാറ്റ് അല്ലെങ്കിൽ പിന്നെ തൈര് അങ്ങനെ കുടിക്കണമെന്നൊന്നുമില്ല. പിന്നെ എല്ലാ ടൈപ്പ് ഡയറി പ്രോഡക്ട്സും, നമ്മൾ പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാ ടൈപ്പ് ചീസ്, ഇതിപ്പോൾ ക്രീം ചീസാണ്. ഇങ്ങനെ ക്രീം ചീസിലാണെങ്കിൽ ബ്രെഡിലെല്ലാം തേച്ചിട്ട് തിന്നുക. അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ്, മോസറല്ല ചീസ്, പനീർ എല്ലാം വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഡെയിലി കഴിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം കൂടി അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ലബന് ഇതേപോലത്തെ എന്ത് ഡയറി പ്രോഡക്ട്സും വിത്ത് ഫാറ്റ് വരുന്നത് പെട്ടെന്ന് വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ആദ്യം നിങ്ങൾ വെയിറ്റ് കൂട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുഡ് കുറച്ചായിട്ട് 3 നേരം കഴിക്കുന്ന ഫുഡ് കുറച്ചായിട്ട് കൂട്ടിക്കൊണ്ടുവരാം. പ്ലസ് ഞാൻ ഈ പറഞ്ഞ സ്മൂത്തിയും പിന്നെ ഈ പീനട്ട് കാര്യങ്ങൾ അതെല്ലാം മുട്ട, പാല് എല്ലാം കഴിക്കാൻ വേണ്ടി തുടങ്ങുക. പിന്നെ അതേപോലെ തന്നെ ചോറും ഹൈ കാലറി ഉള്ളൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ചോറും നിങ്ങൾ കഴിക്കുമ്പോൾ കുറച്ചധികം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒരു വെജിറ്റബിളാണ് ഉരുളക്കിഴങ്ങ്. നമുക്ക് ഏത് രീതിയിലും കഴിക്കാം. പെട്ടെന്ന് തടി വെക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പുഴുങ്ങിയിട്ടാലും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പോലെ ആയാലും കഴിക്കാം. പിന്നെ റെഡ് മീറ്റ് എന്ന് പറയുമ്പം മട്ടനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യുക. മട്ടൺ അല്ലെങ്കിൽ ബീഫ് ഏതായാലും കഴിക്കാം കേട്ടോ. ചിക്കനും നല്ല തന്നെയാണ്. അപ്പോൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കുറച്ച് മാറ്റമെല്ലാം വരുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.